ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിന്റെ യുദ്ധം കേരള രാഷ്ട്രീയത്തിൽ പ്രസ്താവനാ യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. കാര്യങ്ങളെക്കുറിച്ച് ശരിയായ തിരിച്ചറിവോടുകൂടി തന്നെയാണോ ഈ രാഷ്ട്രീയക്കാർ രണ്ട് വോട്ടിന് വേണ്ടി നടത്തുന്ന ഈ പ്രസ്താവനകൾ എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ യഥാർത്ഥത്തിൽ താങ്ങി നിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന സമ്പത്താണ് കേരളത്തിന്റെ നട്ടെല്ല്. അങ്ങനെ വരുമ്പോൾ ഈ യുദ്ധത്തിൽ ഇറാന് വേണ്ടി പ്രസ്താവനകൾ ഇറക്കുന്ന രാഷ്ട്രീയക്കാരുടെ ബോധം നമ്മളൊന്ന് അളക്കേണ്ടതാണ്. ഇറാനെതിരായ ഇസ്രയേൽ അമേരിക്കൻ സഖ്യത്തിന്റെ യുദ്ധം ബാധിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യത്തെ ഒന്നാകെയാണ്. നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളല്ലാത്ത ഗൾഫ് രാജ്യങ്ങളെപ്പോലും ഇറാൻ ആക്രമിക്കുകയാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയ്ക്ക് സൈനിക താവളത്തിന് ഇടം കൊടുത്തു എന്ന പേരിൽ കുറച്ച് രാജ്യങ്ങൾ ആക്രമിക്കുന്നു. ഈ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങളെപ്പോലും ഇറാൻ ആക്രമിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന മലയാളികളും ഇന്ത്യക്കാരും ഇസ്രയേലിനൊപ്പമാണ്, അമേരിക്കയ്ക്കൊപ്പമാണ്. നാളിതുവരെ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ടിട്ടില്ലാത്ത വിധം ഇറാൻ അവരെ ആക്രമിക്കുകയാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം എണ്ണ വിപണിയിൽ അധിഷ്ഠിതമായ രാജ്യങ്ങളാണ്. കൂടാതെ വിനോദസഞ്ചാരം, കച്ചവടം എന്നിവയാണ് ഇവരുടെ സമ്പത്തിന്റെ നട്ടെല്ല്. ഇതിനെ തകർക്കും വിധമാണ് ഇറാന്റെ ആക്രമണങ്ങൾ. യഥാർത്ഥത്തിൽ ഈ രാജ്യങ്ങളൊന്നും ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളികളല്ല എന്നുള്ളതാണ് വസ്തുത. ഗൾഫ് മേഖലയിൽ നടത്തുന്ന ഇറാന്റെ ഈ ആക്രമണം ഇറാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയാണ്. UAE, ബഹ്റൈൻ, സൗദി അറേബ്യ, ഒമാൻ, ഇറാഖ്, ഖത്തർ, കുവൈത്ത്, സൈപ്രസ്, സിറിയ, ജോർദാൻ തുടങ്ങിയ എല്ലാ രാജ്യങ്ങളെയും, ഗൾഫ് മേഖലയിലുള്ള മുഴുവൻ രാജ്യങ്ങളെയും ഇറാൻ ആക്രമിക്കുകയാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങൾ എന്ന രീതിയിലാണ് ഗൾഫ് രാജ്യങ്ങൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറഞ്ഞാൽ നാമമാത്രമാണ്. കാരണം യുദ്ധത്തെ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത രാജ്യങ്ങളാണ് മിക്കവാറും ഗൾഫ് രാജ്യങ്ങൾ. സമാധാനപരമായി അവരുടെ കാര്യങ്ങൾ നന്നായി നോക്കുന്ന, വാണിജ്യ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്, എണ്ണ വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ. യുദ്ധവും അതിർത്തി തർക്കവുമൊന്നും ഗൾഫ് മേഖലകളിൽ രാജ്യങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ ബജറ്റ് സമാധാനപരമായ അന്തരീക്ഷത്തിന് തുല്യമായിരിക്കും. അല്ലെങ്കിൽ ആഭ്യന്തര സമാധാനത്തിന് വേണ്ടുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതാണ് അവരുടെ പ്രതിരോധ ബജറ്റ്. മറ്റ് രാജ്യങ്ങളോട് നയതന്ത്ര ബന്ധത്തിലൂടെയും ചർച്ചകളിലൂടെയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ യുദ്ധവും ആക്രമണങ്ങളും ഗൾഫ് മേഖലയെ ആകെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന മലയാളികളോ ഇന്ത്യക്കാരോ ഒരിക്കലും ഇറാനെ അനുകൂലിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവിടത്തെ രാഷ്ട്രീയക്കാർ ഇറാന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നത്? ഇവിടത്തെ രാഷ്ട്രീയക്കാർക്ക് അമേരിക്ക കുത്തക മുതലാളിത്ത രാജ്യമാണ്. നമുക്ക് ചികിത്സിക്കാൻ പോകാനൊക്കെ കൊള്ളാം, എങ്കിലും അമേരിക്ക കുത്തക മുതലാളിത്ത രാജ്യം തന്നെ. അത് തകർന്നു കാണണം. യഥാർത്ഥത്തിൽ അമേരിക്ക ഈ വിഷയത്തിൽ ഇസ്രായേലിനോട് പങ്കുചേരുകയാണ് ചെയ്യുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. എന്താണ് ഇറാന് ഇസ്രായേലിനോടുള്ള പ്രശ്നം? ജൂതന്മാരുടെ രാജ്യമാണ് ഇസ്രായേൽ എന്നത് തന്നെയാണ് ഇറാന്റെ പ്രശ്നം. ജൂതന്മാരെ ഒന്നടങ്കം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ ഇസ്രയേൽ രഹിത ഭൂപടം പുറത്തിറക്കിയിട്ടുണ്ട്. ഇസ്രയേലിനെ, ജൂതന്മാരെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിനുള്ള ശ്രമമാണ് ഇറാന്റേത്. അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പെന്നോണമാണ് ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ എന്ന് തന്നെയാണ് വിദേശത്തുള്ളവർ വിശ്വസിക്കുന്നത്. സമാധാന മേഖലയുടെ പ്രതിരോധ ബജറ്റും മുന്നൊരുക്കങ്ങളും മാത്രമേ ഗൾഫ് രാജ്യങ്ങൾ ചെയ്യാറുള്ളൂ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു ഇസ്രയേലിനെതിരെ. വലിയ യുദ്ധങ്ങളിലൊന്നും ഇറാൻ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങളെക്കുറിച്ച് ഇറാന്റെ അവകാശവാദം അംഗീകരിക്കുക മാത്രമേ ലോകത്തിനു മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇറാൻ എല്ലായ്പ്പോഴും തങ്ങളുടെ രാജ്യത്തെ യുദ്ധസന്നദ്ധമാക്കുകയായിരുന്നു. ഒപ്പം ലോകത്തോടുള്ള വെല്ലുവിളികൾ അവർ തുടരുക തന്നെയായിരുന്നു. ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതോടുകൂടി തന്നെ ഇറാൻ ആദ്യം ചെയ്തതെന്താണ്? ചുറ്റുപാടുമുള്ള ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുക, ഡ്രോണുകൾ അയക്കുക,
അങ്ങനെ ഗൾഫ് മേഖലയോടും ഇറാൻ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. യുദ്ധത്തിനെതിരെ മധ്യസ്ഥം വഹിച്ച രാജ്യങ്ങളെ പോലും ഇറാൻ ആക്രമിക്കുകയായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതിന് അവർ പറയുന്ന ഒരു കാരണമുണ്ട്. അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ നൽകിയ എല്ലാ രാജ്യങ്ങളെയും ഞങ്ങൾ ആക്രമിക്കും. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിൽ നിന്ന് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയാൽ ഇറാന് എത്രത്തോളം അതിനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് ലോകത്തിനാകെ സംശയമുണ്ട്. ഇറാന്റെ സമ്പൂർണ്ണ നാശത്തിലേക്കായിരിക്കും അത് എത്തിച്ചേരുക. ഈ ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ എന്തിനാണ് അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് എന്നൊരു ചോദ്യം അവശേഷിപ്പിക്കുന്നുണ്ട്. ഗൾഫ് മേഖലയെ സമ്മർദ്ദത്തിലാക്കി അമേരിക്കയെ യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്നൊരു ലക്ഷ്യമായിരിക്കാം ഇറാൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിന് പിന്നിലുള്ളത്. പക്ഷേ അത് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഗൾഫ് രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇറാന്റെ ശത്രുപക്ഷത്താണ്. ഈ യുദ്ധം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക കേരളത്തെയാണ്. കാരണം കേരളത്തിൽ നിന്ന് അന്നം തേടി ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് ആളുകൾ ഗൾഫ് മേഖലയിലുണ്ട്. അവിടെ നിന്നൊഴുകുന്ന പണമാണ് കേരളത്തിന്റെ നട്ടെല്ല്. അത് തകരുന്നതായിരിക്കും ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ നാം കാണേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളെപ്പോലും ആക്രമിക്കുന്ന ഇറാന് വേണ്ടിയാണോ, ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മൾ നിൽക്കേണ്ടത് എന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാരോട് ചോദിച്ചാൽ അവർ ഇപ്പോഴും ഉത്തരം ഇറാനോടൊപ്പം തന്നെയായിരിക്കും. പക്ഷെ വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ ഇപ്പോഴും ഇസ്രയേലിനോടൊപ്പമാണ്, അമേരിക്കയോടൊപ്പമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.